ഒരു ആഘോഷകാലത്തിലേക്ക് കൂടി പോകുകയാണ്. അതിനു മുൻപ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. തീർത്ഥാടക ലക്ഷങ്ങൾ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്നലെ രാത്രി തന്നെ മിനായിലെത്തി. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ മീനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലബേക്ക് അല്ലാഹുമ്മ ലബേക്ക്, അതായത് അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി എന്ന തെൽബിയത്ത് മന്ത്രധ്വനികളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ മീനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒഴുക്കിയ ബസ്സുകളിലാണ് തീർത്ഥാടകർ കൂടുതലും മീനായിലേക്ക് വന്നത്. ഈ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മീനായിൽ കർമ്മങ്ങളൊന്നും കൂടുതൽ അനുഷ്ഠിക്കാനില്ല. നാളെയാണ് അറഫ സംഗമം. അതിന് ഉള്ള ഒരു തയ്യാറെടുപ്പായാണ് ഇന്നത്തെ മീനായിലെ താമസം കണക്കാക്കപ്പെടുന്നത്. മീനായിലെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, തീർത്ഥാടകർക്ക് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ സൗകര്യം ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് ഏജൻസികളും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് മീനായിലെ തീർത്ഥാടകർ, മലയാളികൾ താമസിക്കുന്ന ഒരു ടെൻ്റാണ്. ഇത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്ക് ഒരുക്കിയിരിക്കുന്നത്. എന്നോടൊപ്പം ചില മലയാളി തീർത്ഥാടകർ, പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ മമ്പീദി അബ്ദുൽ ഖാദർ ഹസനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഇന്ന് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ? ഇന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ മിനായിൽ വെച്ചില്ലെങ്കിലും ദുൽഹിജ്ജ 8 മിനായിൽ രാപ്പാർക്കുക എന്നത് പ്രത്യേകം സുന്നത്തായ കർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ ഹാജിമാരും മിനായിൽ എത്തിച്ചേരുകയാണ്. നാളത്തെ അറഫയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിനുവേണ്ടി സജ്ജമാവുക എന്നതാണ് ഇന്ന് പ്രത്യേകമായി മിനായിൽ വെച്ചുകൊണ്ട് ഹാജിമാർ ചെയ്യുന്നത്. ആത്മീയമായും ശാരീരികമായുമുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇന്ന് ഹാജിമാർ ഈ മിനയിൽ വെച്ചുകൊണ്ട് നടത്തുകയാണ്. ഇന്ന് യൗമു തെർവിയ എന്നാണ് ദുൽഹിജ്ജ 8 സംബന്ധിച്ച് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ന് പരിശുദ്ധമായ ഒരു ദിവസമാണ്. ഇന്നത്തെ രാത്രി പ്രത്യേകമായ പുണ്യമാക്കപ്പെട്ട ഒരു രാത്രിയാണ്. നാളെ വിശ്വാസികൾ മുഴുവനും അറഫയിൽ സംഗമിക്കുകയാണ്. ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളും ഒരേ ദിവസം ഒരേ സമയം സംഗമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ. ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ് അറഫ മൈതാനിയിൽ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുമാണ് ഇന്ന് ഹാജിമാരൊക്കെ മിനയിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് പറഞ്ഞതുപോലെ നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. അതിന് ഇന്ന് രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. 5 മുതൽ 6 ദിവസം വരെ ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടു നിൽക്കും. ശനിയാഴ്ചയോടെ തന്നെ തീർത്ഥാടകർ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മീനായിൽ നിന്ന് മടങ്ങും. 1,75,000 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്നത്. ആകെ ഏതാണ്ട് 18-19 ലക്ഷത്തോളം തീർത്ഥാടകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തവണ ഹജ്ജിനെത്തിയിട്ടുണ്ട്. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.